സ്ഥലത്തിൻ്റെ മാർക്കറ്റ് പൈസ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1050 സ്ക്വയർ ഫീറ്റ് വീടും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഈ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ടോട്ടൽ 12 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് വശം വരുന്നത്. വീട് സെൻട്രലായതുകൊണ്ട് തന്നെ പുറകിലും സൈഡിലൊക്കെ ധാരാളം സ്ഥല സൗകര്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ മതിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് പോകാം നമുക്ക്. ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഡയറക്റ്റ് ഈ സൈഡും കൂടി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ. ഇതാണ് ഈ വീടിൻ്റെ സൈഡിൽ വരുന്ന സ്പേസ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് മരങ്ങൾ വെക്കാനോ ചെടികൾ വെക്കാനോ ഒക്കെ പറ്റിയൊരു ഏരിയയാണ്. ഇതാണ് ഇതിൻ്റെ മുറ്റം. നിങ്ങൾക്കൊരു ചെറിയ വീട് പോലും വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ ഇതിനകത്ത് കാർ പോർച്ച് വരുന്നത് ഷീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ വാൾ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡും കൂടിയും കാണിക്കാം. ഈ സൈഡാണെങ്കിലും അത്യാവശ്യം നിങ്ങൾക്കൊരു 10 അടിയോളം സ്പേസ് ഇതിനകത്തുണ്ട്. ഒരു വണ്ടി ഇനിയിപ്പോൾ കാർ അങ്ങോട്ട് പാർക്ക് ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതിൻ്റെ ഡോറ് വരുന്നത് മരമാണ്, തേക്കിൻ്റെ മരമാണ് വരുന്നത്. ഇതാണ് ഒരു ചെറിയ ഹാളാണ്. കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ഹാളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു ഹാളാണ്. ഇതിനോട് തൊട്ട് ചേർന്നിട്ടായിട്ട് ഒരു ചെറിയ ബെഡ്റൂമും കൂടി വരുന്നുണ്ട്. ടോട്ടൽ ഇതിന് 3 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. തൊട്ട് സൈഡിലായിട്ട് ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ഇത് കൂടാതെ ഇതിനോട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ കിച്ചണാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് കിച്ചണാണ്. കിച്ചണായാലും റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിങ്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇതാണ് കിച്ചൺ വരുന്നത്. പിന്നെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് വേറെ സ്പേസും കൂടി ഉണ്ട്. ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. പിന്നെ വരുന്നത് നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ കാണുന്നൊരു ബെഡ്റൂം. നമ്മൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഈ കാണുന്നൊരു കോമൺ ബാത്റൂമാണ്. നേരെ കാണുന്നത് കോമൺ ബാത്റൂമാണ്. അതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ ഈ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. ഇതും അത്യാവശ്യം തിരക്കടില്ലാത്തൊരു സ്പേസിലൊരു ബെഡ്റൂമാണ്. പിന്നെ വരുന്നത് മൂന്നാമതൊരു ബെഡ്റൂം കൂടിയുണ്ട്. അത് ഇതിനോട് തൊട്ട് ചേർന്നിട്ട് ഈ കാണുന്നൊരു ബെഡ്റൂമാണ്. ഇതിനകത്തൊരു കോമൺ ബാത്റൂമും ഉണ്ട് കേട്ടോ. കോമൺ ബാത്റൂമാണ് ആ കാണുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. കോമൺ ബാത്റൂമും ഉണ്ട്. ഇതിൻ്റെ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് വന്ന് വീടും പരിസരവും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അതിന് ടോട്ടൽ ചോദിക്കുന്ന വില എത്രയെന്നറിയോ? അതായത് 12 സെൻറ്റ് സ്ഥലവും 1050 സ്ക്വയർ ഫീറ്റ് വീടും. അവിടുത്തെ ഒരു മാർക്കറ്റ് റേറ്റ് മാത്രമേ ഉള്ളൂ. സ്ഥലത്തിൻ്റെ മാർക്കറ്റ് റേറ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. 35 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഇതിൻ്റെ പുറകു വശം കൂടി ഒന്ന് കാണിച്ചു തരാം. വീടിൻ്റെ പുറകാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അലക്കാനോ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഇതാണൊരു വർക്ക് ഏരിയ വരുന്നത്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൊരു വീട്. അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. ചെറുപ്പളശ്ശേരി കഴിഞ്ഞ് മാങ്ങോട് ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമേ ലൊക്കേഷനിലേക്ക് വരുന്ന ദൂരമുള്ളൂ. തൊട്ട് ഫ്രണ്ടിൽ തന്നെ പഞ്ചായത്ത് റോഡാണ്, ബസ് റൂട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വീട് വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ.